ഹായ് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സരിത, ഇതെൻ്റെ അമ്മ സുശീല. അപ്പോൾ നമ്മൾ 11 ദിവസങ്ങളായിട്ട് 11 തരം വിഭവങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചാനലിൽ കൂടെ. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണ വിഭവം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു തോരനാണ്. നമ്മൾ വിഷുവിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ് തോരൻ. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ ക്യാബേജ് തോരൻ തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് വേറെ കുറച്ചും കൂടി നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള എൻ്റെ അമ്മ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് ട്രൈ ചെയ്യാം. ഈ രീതിയിൽ വെക്കുമ്പോൾ തോരൻ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. 1/2 ടീസ്പൂൺ ഉഴുന്നുംപരിപ്പ്, 50 ഗ്രാം നാളികേരം, ഒരു വറ്റൽമുളക്, പിന്നെ 1/2 ടീസ്പൂൺ കടുക്, ക്യാബേജ് 100 ഗ്രാം ചെറുതാക്കി നുറുക്കി വെച്ചിരിക്കുകയാണ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ഒരു പച്ചമുളക് 2ആയി കീറി വെച്ചത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം നന്നായി കൈയൊക്കെ വാഷ് ചെയ്യുക. കാരണം ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഞങ്ങൾ അമ്മയുടെ തറവാട്ടിൽ നമ്മളെല്ലാ വിശേഷങ്ങൾക്കും കൂടാറുണ്ട്. അമ്മാവന്മാരും അമ്മായിമാരും അമ്മൂമ്മയും കസിൻസും പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ചേട്ടനും എല്ലാവരും കൂടി കൂടുമ്പോൾ വിഷുവിനായാലും ഓണത്തിനായാലും ഒക്കെ ഞങ്ങൾ കൂടാറുണ്ട്. അപ്പോൾ എല്ലാവരും ആ സമയത്ത് കിച്ചണിൽ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതുപോലുള്ള ക്യാബേജ് തോരൻ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണ രീതിയിലാണ് അവിടെ ക്യാബേജ് തോരൻ ഉണ്ടാക്കാറ്. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ എല്ലാവരുടെയും ഓർമ്മയ്ക്കായിട്ട് ഞാൻ ഈ ക്യാബേജ് തോരൻ അതുപോലെ ഉണ്ടാക്കാൻ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ കൂടി മിക്സ് ചെയ്യണം. ക്യാബേജ്, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ്, നാളികേരം. അപ്പോൾ നമുക്കത് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായി ഇങ്ങനെ കൂട്ടി കൈകൊണ്ട് ഇങ്ങനെ എല്ലായിടത്തേക്കും എത്തിക്കുക. മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടി ഒരുമിച്ച് എല്ലായിടത്തേക്കും, കറിവേപ്പിലയുടെ സ്മെല്ലും നാളികേരത്തിൻ്റെ സ്മെല്ലും എല്ലാം കൂടി ഒരുമിച്ച് എല്ലായിടത്തേക്കും എത്തട്ടെ. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്തും കിട്ടും. നമുക്ക് അധികം നേരം വേണ്ട വേവാനായിട്ട്. ഇത് നമുക്ക് കുക്കിംഗ് പാർട്ടിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ എണ്ണ നമുക്ക് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുകിടാം. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. നമ്മൾ ഉഴുന്നും പരിപ്പിടാണ്. ഇനി നമ്മുടെ ഈ റെഡ് ചില്ലിയും കൂടി ഇടാം. ഉണക്കമുളക് തീ കുറയ്ക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർക്കാം. ക്യാബേജൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ നന്നായി മിക്സ് ചെയ്ത കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. കരിയാണ്ട് നോക്കണം. ക്യാബേജ് തോരൻ തന്നെ പലതരത്തിൽ നമുക്ക് വെക്കാം. ക്യാബേജ് തോരൻ അല്ലാണ്ട് വെറും ക്യാബേജ് വെച്ചിട്ടുണ്ടാക്കാം. വെറുതെ ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് ചിലവരുണ്ടാക്കും. അതും ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ക്യാബേജ് നമുക്ക് വെക്കാം. കോക്കനട്ട് ഇല്ലാണ്ട് വെക്കാം, കോക്കനട്ട് ആഡ് ചെയ്തിട്ട് വെക്കാം, സവോള കൂട്ടി അല്ലെങ്കിൽ ചെറിയ ഉള്ളി കൂട്ടിയിട്ടും വെക്കാൻ വേണമെങ്കിൽ. ഈ രീതിയിൽ എന്തായാലും നിങ്ങൾ വെച്ച് നോക്കുക. അത് കാരണം ഇത് ഒരു ട്രഡീഷണൽ ക്യാബേജ് തോരനാണ്. നമ്മുടെ അവിടെയൊക്കെ അമ്മൂമ്മയൊക്കെ വെച്ച് കണ്ടിട്ടുള്ള ഒരു ക്യാബേജ് തോരനാണത്. എന്ത് രീതി വെക്കണേക്കാളും ഏറ്റവും ഇഷ്ടം എനിക്ക് ഈ രീതിയിൽ വെക്കുമ്പോഴാണ്. കുറച്ചും കൂടിയും സ്വാദ് കൂടുതലാണ് ഇങ്ങനെ വെക്കുമ്പോൾ. അപ്പോൾ ഉപ്പൊക്കെ നോക്കുക. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കി. അപ്പോൾ അതെല്ലാം കറക്റ്റാണ്. വെള്ളം നല്ലോണം ഇതിലിപ്പോൾ ഉള്ള വെള്ളമൊക്കെ ഇങ്ങനെ വലിയണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം വലിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാബേജ് ഉപ്പേരി റെഡിയാവും. അപ്പോൾ അത്ര നേരമൊന്നും വേണ്ട, അധികം നേരമൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ ക്യാബേജ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരൻ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ക്യാബേജ് തോരൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പ്രാവശ്യത്തെ വിഷുവിന് നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഇടയ്ക്കൊന്നും വ്യത്യാസം വേണ്ടേ? അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വിഭവമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ ബൈ.